ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. എൻ്റെ കുടുംബത്തിൽ വലിയ സൗഖ്യം വേണം കർത്താവേ, അങ്ങ് ഇടപെടണം. മുറിവേറ്റ പലരും നമ്മുടെ കുടുംബത്തിലുണ്ട്. അത് മക്കൾ മാത്രമൊന്നുമല്ല, സഹോദരങ്ങളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്. മുറിവേറ്റ ഓരോ വ്യക്തികളും സൗഖ്യപ്പെടണം. കാരണം കുടുംബം ഒരു ആതുരാലയമാണ്. കുടുംബത്തിലാണ് സൗഖ്യമുണ്ടാവേണ്ടത്. കൈകൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ നോക്കി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന സാമുവേലിന്റെ പ്രവചനം 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനത്തിന്റെ പ്രാർത്ഥനയാണ്. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. ഓ ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് സംഭവിക്കട്ടെ. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ അനേക വ്യക്തികൾ മുറിവേറ്റവരുണ്ട്. ഓരോ മുറിവേറ്റ വ്യക്തികളും സൗഖ്യപ്പെടേണ്ടത് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. നീ ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബ ജീവിത വഴികളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ മുറിവുകൾ കൊണ്ടു നടക്കുന്നത്? ഈ മുറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? മുറിവേറ്റ ഓരോ വ്യക്തിയും മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? ആ മുറിവുകൾ തലമുറയായി അതിങ്ങനെ കുടുംബത്തിലൊരു ഭാരമായിട്ട് കിടക്കും. ഈ ശുശ്രൂഷ സമയത്ത് നീ ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ നീ പല വഴികളിൽ മുറിവേറ്റിട്ടുണ്ട്. നിന്റെ മാതാപിതാക്കൾ നിന്ന് നീ മുറിവേറ്റിട്ടുണ്ടാവും. സഹോദരങ്ങളിൽ നിന്ന് നീ മുറിവേറ്റിട്ടുണ്ടാവും. മക്കളിൽ നിന്ന് നീ മുറിവേറ്റിട്ടുണ്ടാവും. അയൽവാസികളിൽ നിന്നും ജോലി സ്ഥലത്തുമൊക്കെ നീ മുറിവേറ്റിട്ടുണ്ടാവും. നിന്റെ മുറിവിനെ നീ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന് നീ സ്വയം നശിക്കുന്ന ഒരു വ്യക്തിയായി മാറരുത്. ഈ മുറിവുകളെ സൗഖ്യപ്പെടുത്താൻ കർത്താവ് ഇതാ കടന്നു വരുന്നു. സങ്കീർത്തനം 147 വചനം 3, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. നിന്റെ മുറിവ് എത്ര ആഴമുള്ളതാണെങ്കിലും, എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും, എത്ര ചീഞ്ഞളിഞ്ഞ അവസ്ഥയാണെങ്കിലും, ഇതാ ഈശോ നിന്റെ മുറിവിനെ സൗഖ്യപ്പെടുത്താൻ കടന്നു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹമാണ് നമ്മുടെ മുറിവിൽ തേക്കേണ്ട തൈലം. യേശുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. ദൈവസന്നിധിയിൽ നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക. എന്നിട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നീ സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പ് നിന്റെ മുറിവുകൾ നീ സൗഖ്യപ്പെട്ടിരിക്കണം. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ മുറിവുകൾ ഏൽപ്പിച്ച വ്യക്തികളുടെ മുഖങ്ങൾ തെളിയും. ചില അനുഭവങ്ങളും ചില സംഭവങ്ങളും കൈപ്പേറിയ ചില ജീവിതാനുഭവങ്ങളും ഇതാ പരിശുദ്ധാത്മാവ് നിന്റെ ഓർമ്മയിൽ കൊണ്ടുതരും. എന്തിനെന്നറിയോ? ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതാ കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഓരോ കണ്ണുനീരും കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. കാരണം ഈ മുറിവ് നീ അടുത്ത തലമുറയ്ക്ക് കൊടുക്കരുത്.
നിന്റെ ഉള്ളിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കരുത്. മറിച്ച് നീ ഒരു സൗഖ്യമായിട്ട് മാറണം. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാൽവരി മലയിൽ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയുടെ മുഖം കണ്ട് പ്രാർത്ഥിക്കുക. കുരിശിൽ കിടക്കുന്ന ഈശോ നിനക്ക് വേണ്ടി രക്തമൊഴുകി നിനക്ക് വേണ്ടി ഒരു സൗഖ്യം ഇതാ വെച്ച് വിളമ്പുന്ന സമയം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ വിശ്വസിക്കണം, യേശുവിൻ്റെ സ്നേഹമാണ് രക്തത്തിലൂടെ ഒഴുകപ്പെട്ടത്. കാൽവരിയിൽ നിനക്ക് വേണ്ടി ചിന്തിയ രക്തം നിന്റെ മുറിവുകളിലേക്ക് ചലിക്കുമ്പോൾ നിന്റെ മുറിവുകളുടെ എല്ലാ അനുഭവങ്ങളും ഇതാ സൗഖ്യപ്പെടും. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, യേശുവേ, കാൽവരിയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം വേണം. കർത്താവേ, എൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണം. കർത്താവേ, എൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണം. ചെറുപ്പകാലം മുതലുള്ള അനേക മുറിവുകൾ മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ടല്ലോ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം യേശുവിൻ്റെ രക്തം എല്ലാ മുറിവുകളെ സൗഖ്യപ്പെടുന്ന രക്തമാണ്. നിന്റെ ഉള്ളിലുള്ള എല്ലാ അനുഭവങ്ങളും, നീ അവഗണിക്കപ്പെട്ട അനുഭവങ്ങൾ, നിന്നെ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങൾ, നിന്നെ മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞത്, വീട്ടിൽ നിനക്ക് അംഗീകാരം കിട്ടാതെ പോയത്, ചെറുപ്പത്തിൽ നിനക്കുണ്ടായ ചില അനുഭവങ്ങൾ, മറ്റുള്ളവർ നിന്നെ അബ്യൂസ് ചെയ്ത അനുഭവങ്ങൾ, കഴിവില്ലെന്നും ഗുണമില്ലെന്നും പറഞ്ഞ് നിന്നെ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ, മറ്റുള്ളവർ നിന്നെ പലപ്പോഴും ഒരു കറിവേപ്പില പോലെ ചവച്ചു തുപ്പി മാറ്റിയിട്ടത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ കണ്ണുനീരോടെ ഓർക്കുന്നുണ്ടാകും. നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായ ചതിയുടെ അനുഭവങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ കുറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ എല്ലാം യേശുവിന്റെ നേരെ നീട്ടിപ്പിടിച്ച്, ഓ കുരിശിൽ കിടക്കുന്ന യേശുവേ, നിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്നവനെ, അത്ഭുതകരമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ യേശുവേ, എന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ യേശുവേ, എന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തണമേ. രക്തത്തിന്റെ അഭിഷേകം, യേശുവിന്റെ രക്തം എന്റെ മേൽ ഫലിക്കപ്പെടട്ടെ. യേശുവിന്റെ രക്തം എനിക്ക് സൗഖ്യം നൽകട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ, യേശുവേ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഞാൻ കണ്ടു എന്റെ ഈശോ, മേനി മുറിവാൻ നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ കുരിശിലിതാ ഈശോ കടന്ന് നിനക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന രക്തം നിന്നെ സൗഖ്യപ്പെടുത്തുന്നു. കാൽവരി മലയുടെ മുകളിൽ ഞാൻ ക്രൂശിതനെ കണ്ടു. കാൽവരി മലയിൽ യേശുവേ, ക്രൂശിതനെ ഞാൻ കണ്ടു. മേനി മുറിവാൽ നിറഞ്ഞ യേശുവിനെ ഞാൻ കണ്ടു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചോണം. ഇതാ നിന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ യേശുവിന്റെ രക്തം ഒഴുകപ്പെടുന്ന സമയമാണ്. നീ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട നാളുകളിൽ നീ കടന്നുപോയ അനുഭവങ്ങൾ, നിന്റെ ബാല്യകാല അനുഭവങ്ങൾ, നിനക്കുണ്ടായ മുറിവുകൾ, നിന്റെ വളർച്ചയുടെ ഓരോ പടവുകളിലും നിനക്കുണ്ടായ ഓരോ മുറിവുകൾ, ഇന്ന് നീ അൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതാനുഭവത്തിൽ നീ സഹിക്കുന്ന ഓരോ മുറിവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നീ ആഗ്രഹിച്ചൊരു ജീവിതമാണോ നിനക്കുള്ളത്? നീ ആഗ്രഹിച്ച ഒരു ജീവിത പങ്കാളിയാണോ നിനക്കുള്ളത്? നിനക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു കുടുംബ ജീവിത അവസ്ഥയുണ്ടോ? ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലിയുണ്ടോ? ആഗ്രഹിച്ച പോലത്തെ സന്തോഷമുണ്ടോ? ഇതെല്ലാം നിന്റെ ഉള്ളിൽ ചില മുറിവുകളായിട്ട് മാറും, നിന്റെ സങ്കടങ്ങളായിട്ട് മാറും. ഓ ദൈവമേ, ഓ ദൈവമേ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന രക്തം എന്നെ സൗഖ്യപ്പെടുത്തട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ എന്റെ കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, കഴുകേണമെന്നെയും എന്റെ പൊന്നു കർത്താവേ. പൊന്നു കർത്താവേ. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്, രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകണമേ. തിരുവിലാവിൽ
ചോരത്തുള്ളിയ കഴുകണമേ, കഴുകേണമെന്നെയും എന്റെ പൊന്നു കർത്താവേ. പൊന്നു കർത്താവേ, ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ആവർത്തിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കടന്നു വന്നിരിക്കുന്ന എല്ലാ മുറിവുകളും ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് മനസ്സിലെ എല്ലാ മുറിവുകളും സൗഖ്യപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച്, നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് അടുത്തോട്ട് വിളിച്ചിട്ട് അവരുടെ ശിരസിൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് വെച്ചോ, ഇടതുകരം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടെ. കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ അതേഴ്സ് ഹെഡ് ആൻഡ് പ്രേ ഫോർ ദം. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ ആലോചനകൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് മുറിവുകൾ കൊടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നീ എങ്ങനെയാണ് പെരുമാറുന്നത്? നിന്റെ ജീവിത പങ്കാളിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്? സംസാരം വഴി നീ മുറിവുകൾ കൊടുത്തിട്ടുണ്ടോ? നിന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അവരെ വിഷമിപ്പിക്കാറുണ്ടോ? വേദനിപ്പിക്കാറുണ്ടോ? അവരെ കേൾക്കാറുണ്ടോ? അവരെ അടുത്തിരിക്കാറുണ്ടോ? അവരെ മനസ്സിലാക്കാറുണ്ടോ? അതോ അവരുടെ ഉള്ളിൽ മുറിവുകളാണോ നീ കൊടുക്കുന്നത്? നിന്റെ സഹോദരങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയുണ്ട്? സ്വത്തിന്റെ പേരിലുള്ള തർക്കവും വഴക്കും ഇപ്പോഴും ഉണ്ടോ? നിന്റെ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നുണ്ടോ? അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിൽ കാണേണ്ടത്, നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് കൊടുത്ത മുറിവുകൾ, നീ മൂലം ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? നീ മൂലം ആരെങ്കിലും ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ മൂലം ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉതപ്പിന് കാരണമായിട്ടുണ്ടോ? ദൈവമേ, സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞാൻ ഇപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഞാൻ മനസ്സിൽ കാണുന്നു, ഞാൻ വിഷമിപ്പിച്ച, വേദനിപ്പിച്ച ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. യേശുവേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കാൽവരി മലയിൽ ഒഴുകിയ രക്തം ഇപ്പോൾ സൗഖ്യപ്പെടുത്തട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകട്ടെ. കഴുകേണമെന്നെയും കർത്താവേ, ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും ചോരത്തുള്ളിയ കഴുകണമേ. എന്റെ പൊന്നു കർത്താവേ, ആ വ്യക്തിയുടെ ശിരസിൽ ഇങ്ങനെ കരങ്ങൾ വെച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ എല്ലാ മുറിവുകളും സൗഖ്യപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. അവരുടെ നെറ്റിയിൽ സാധിക്കുമെങ്കിൽ ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിക്കൂ. അതിനുശേഷം അൾത്താരയിലേക്ക് നോക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അൾത്താരയിലേക്ക് നോക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നിയോഗം വെച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കാലങ്ങളായിട്ടുള്ള മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്ന ആശീർവാദമാണ്. വിശ്വസിച്ച് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന യേശുവേ, ആരാധന.